മറ്റൊരു അതീവ പ്രധാനമുള്ള ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. തിരുവനന്തപുരം പേരൂർക്കടയിലെ മാല മോഷണവുമായി ബന്ധപ്പെട്ട ഒരു ദലിത് സ്ത്രീയെ പ്രതിയാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടന്നിരുന്നു. അതിലാണ് പുതിയ കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. അത് ബിന്ദുവിന് ആശ്വാസകരമാകുന്ന കണ്ടെത്തലുകൾ കൂടിയാണ്. പേരൂർക്കടയിലെ വ്യാജ മാല മോഷണ കേസിൽ പോലീസ് വാദം കള്ളമെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാല മോഷണം പോയതല്ല എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ഓമന ഡാനിയലിന്റെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് മാല കിട്ടിയത്. മാല വീടിന് പുറത്ത് വേസ്റ്റ് കൂനയിൽ നിന്നാണ് കിട്ടിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. മാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് ദലിത് യുവതിയായ ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത്. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, അതായത് പോലീസ് കൂടി ഈ വീട്ടുടമസ്ഥരുടെ കള്ളത്തരത്തിന് കൂട്ടുനിന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്നുകിൽ ആ പരാതിക്കാരിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ബിന്ദുവ് തെറ്റ് ചെയ്തെന്ന് സ്ഥാപിക്കാൻ പോലീസും കൂട്ടുനിന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കൃത്യമായി ബിന്ദു പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. പോലീസും അപ്പോൾ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം നിന്ന് വ്യക്തമാണ്. ഒരു കാര്യം പറയാം. ഈ ഇടിക്കുന്ന പോലീസ് മാത്രമല്ല, തൊഴിക്കുന്ന പോലീസ് മാത്രമല്ല, കള്ളം പറയുന്ന പോലീസുകാർ കൂടിയുണ്ട്. കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ബോധപൂർവമായി ആളുകളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന പോലീസുകാർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മാല മോഷ്ടിച്ചു എന്ന ആരോപണത്തിൽ ഒരു പരാതി വരുന്നു. അതിനുശേഷം 20 മണിക്കൂറോളമാണ്, ഒരു രാത്രിയും ഒരു പകലും അന്യായമായ കസ്റ്റഡിയിൽ ബിന്ദു തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ അതിൽ കൃത്യമായൊരു പങ്ക് പോലീസ് ഉണ്ട്. പോലീസ് പച്ചക്കള്ളം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയത് അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുക. ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പോലീസ് അന്വേഷിച്ചാൽ നീതിയുക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സംഘം അന്വേഷിച്ചത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം അന്വേഷണം നടത്തിയത്. ആ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ നിർണായകമായ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ഈ മാല മോഷണം പോയതല്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ഇത് വ്യാജ മാല മോഷണ കേസാണ് എന്നുള്ളത് തെളിയുകയും ചെയ്തിരുന്നു. ആ മാല കണ്ടെത്തിയിരിക്കുന്നത്, ഈ മാലയുടെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് ഓമന ഡാനിയലാണ്. ഓമന ഡാനിയൽ ഒരു മറവി സ്വഭാവമുള്ള രോഗമുള്ള ഒരാളാണ്. അവര് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഈ മാല പതിവായി ഈ മാല അങ്ങനെ വെക്കുന്നത് ഈ റൂമിലെ ബെഡിനടിയിലാണ് വെക്കുക. പക്ഷെ അന്ന് അവർ വെച്ചിട്ട് പോയത് സോഫയുടെ അടിയിലാണ് വെച്ചിട്ട് പോയത്. പക്ഷെ അവിടെ മുഴുവൻ തിരയുന്നു, കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് തിരയുന്നു, കിട്ടുന്നില്ല. അതിനുശേഷമാണ് അത്തരം പരാതിയുമായി പോകുന്നത്. പിന്നീട് ആ മാല കിട്ടിയ വിവരം ഈ ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിക്കുന്നുണ്ട്. അത് കിട്ടിയത് ഈ വീടിന് പുറത്തുള്ള വേസ്റ്റ് കൂനയിൽ നിന്നാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായി വേസ്റ്റ് കൂനയിലാണെന്നുള്ള സമയത്ത് പോലീസ് അധികാരം പറഞ്ഞിരുന്നത് ഇനി ഈ ബിന്ദു എടുത്തുകൊണ്ടതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇത് പിടിക്കപ്പെട്ടു, ഇത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാവുമ്പോൾ ബിന്ദു തന്നെ അവിടെ കൊണ്ടുപോയിട്ടതാണോ എന്നുള്ള ഒരു സംശയമാണ്. അങ്ങനെ ഒരു സംശയത്തിന്റെ നിലയിൽ വീണ്ടും ബിന്ദുവിനെ നിർത്തുന്ന ഒരു സമീപനമായിരുന്നു പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അതെല്ലാം പച്ചക്കള്ളമാണ്. പോലീസ് ഉണ്ടാക്കിയ പച്ചക്കള്ളം. അതിന്റെ ഇവരെ ബോധപൂർവം പ്രതിയാക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അബദ്ധം പറ്റി എന്ന് മനസ്സിലായി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച പോലീസിന്റെ ശ്രമത്തിന്റെ ഭാഗമായുള്ള തിരക്കഥയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കഥകൾ മാനേജ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത്. യെസ് സിജോ, വളരെ വ്യക്തമാണ്. അതായത് സിജോ പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. മർദ്ദിക്കുന്ന പോലീസ് ദുരുദ്ദേശപരമായ സന്ദേശം അയക്കുന്ന പോലീസ് മാത്രമല്ല, സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കള്ളം പറയുന്ന പോലീസുകാരുടെ ഒരു വേർഷൻ കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു മാല മോഷ്ടിച്ചു, അതിനുശേഷം ബിന്ദുവിന് നേരെ അസഭ്യ പ്രയോഗങ്ങളും അവരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ സ്റ്റേഷനിൽ വെച്ച് നടന്ന ശേഷം മാല കിട്ടിയപ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ട് പോലും ബിന്ദുവിന് ഏതെങ്കിലും രീതിയിൽ സംശയം
നിഴലിലാക്കാൻ വേണ്ടി ആ മാല കിട്ടിയത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാഗം രക്ഷിക്കാനും ബിന്ദുവിനെ സംശയ നിഴലിലാക്കാനും ശ്രമിച്ച ആ ഒരു പോലീസിന്റെ വേർഷൻ കൂടി കാണുകയാണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കൃത്യമായി പോലീസിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് മാല ലഭിച്ചിരിക്കുന്നത്. ബിന്ദുവിന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ സ്ഥാപിക്കുന്ന തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ച് പുറത്തുവിടുമ്പോൾ ഈ ഒരു പോലീസിനെ ആശ്രയിച്ച് എവിടേക്ക് നമ്മൾ പോകും? അവരെ ആശ്രയിച്ചാണോ നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ ഓർത്തു പോകുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഒരു കൃത്യവിലോപം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പോലീസിന്റെ പലതരത്തിലുള്ള ഇത്തരം കള്ളക്കഥകൾ പുറത്തു വരുമ്പോൾ ആശങ്കയിലാകുന്നത് പൊതുജനങ്ങളാണ്. കാരണം പരാതിയുമായി പോകുമ്പോൾ വാദി പ്രതിയാകുമോ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ വസ്തുത. സിജോ വി ജോണാണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.